വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻ ടൈലറിൻ്റെ ആവറേജ് വേർബ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ് എന്ന സ്റ്റോറിയാണ്. ആൻ ടൈലർ 1941 അമേരിക്കയിലാണ് ജനിച്ചത്. നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, ലിറ്റററി ക്രിട്ടിക് എന്നീ നിലയിലൊക്കെ അവർ അറിയപ്പെടുന്നു. ക്വൈക്കർ കമ്മ്യൂണിറ്റിയിലെ ഒരു മെമ്പർ കൂടിയാണവർ. ആൻ ടൈലറിൻ്റെ പല നോവലുകളും സിനിമയാക്കി മാറ്റിയിട്ടുണ്ട്. ലിറ്റററി സ്റ്റഡീസിൽ മെൻ്റൽ ഇൽനസ് ധാരാളമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തീമാണ്. മെൻ്റലി റിട്ടാർഡഡ് ആയ ആളുകളുടെ മനുഷ്യാവകാശങ്ങൾ പലപ്പോഴും ലംഘിക്കപ്പെടുന്നു. ഇതിന് പ്രധാന കാരണം മുൻകാലങ്ങളിൽ സമൂഹത്തിലുണ്ടായിരുന്ന ചില തെറ്റായ ചിന്താഗതികളാണ്. ദൈവകോപം കൊണ്ടോ മാതാപിതാക്കളുടെ പാപം കൊണ്ടോ ഒക്കെയാണ് മെൻ്റലി റിട്ടാർഡഡ് ആയ കുട്ടികൾ കുടുംബത്തിൽ ജനിക്കുന്നത് എന്നായിരുന്നു വിശ്വാസം. അത്തരം ആളുകളെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താനുള്ള ഒരു പ്രവണത ഉണ്ടായിരുന്നു. ഓട്ടിസം ബാധിച്ച കുട്ടികളെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അസൈലങ്ങളിൽ ഏൽപ്പിക്കുകയോ ആണ് പലരും ചെയ്തിരുന്നത്. ഇത്തരം അസുഖങ്ങൾ പാരമ്പര്യമായാണ് വരുന്നതെന്ന ചിന്ത പല പാരൻസിനും ഉണ്ടായിരുന്നു. അതുപോലെ മെൻ്റലി റിട്ടാർഡഡ് ആയ കുട്ടികൾ ജനിക്കുമ്പോൾ പല ഹസ്ബൻഡുമാരും ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചു പോകുന്നതും പതിവാണ്. അങ്ങനെ വരുമ്പോൾ കുട്ടിയെ കൂടെ നിർത്തുന്നത് മദറിന് ബുദ്ധിമുട്ടാവുന്നു. അതോടുകൂടി ഈ കുട്ടിയും പാരൻറ്റും സമൂഹത്തിൽ മാർജിനലൈസ് ചെയ്യപ്പെടുന്നു. ഈ തീമാണ് ഈ സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ആവറേജ് വേർബ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ് എന്ന ഈ സ്റ്റോറിയിലെ സെൻട്രൽ ക്യാരക്ടറാണ് ബെറ്റ് ബ്ലെവിൻസ്. ഒരു വർക്കിംഗ് ക്ലാസ് വുമണായ അവർ തൻ്റെ മെൻ്റലി റിട്ടാർഡഡ് ആയ മകൻ ആർണോൾഡിനെ ഒരു സ്ഥാപനത്തിൽ ചേർക്കാൻ ശ്രമിക്കുന്നു. അവന് 9 വയസ്സാണ് പ്രായം. ഈ സ്റ്റോറിയിൽ പല തീംസും അവതരിപ്പിക്കുന്നുണ്ട്. പാരൻറ്റിംഗ്, ആബ്സെൻറ്റ് ഫാദേഴ്സ്, ഐഡൻറ്റിറ്റി ആൻഡ് സെൽഫ് ഡിസ്കവറി തുടങ്ങിയ തീംസൊക്കെ ഇതിൽ അവതരിപ്പിക്കുന്നു. ബെറ്റ് തൻ്റെ മകനെ പാർക്കിൻ സ്റ്റേറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി ഒരുക്കുന്നതായിട്ടാണ് സ്റ്റോറി തുടങ്ങുന്നത്. ആൻ ടൈലറിൻ്റെ റൈറ്റിങ്സിൽ മെമ്മറിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. മെമ്മറി നമ്മെ കണക്റ്റ് ചെയ്യുകയും ഡിസ്കണക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ്. ഫാമിലിക്കും പരസ്പര വിരുദ്ധമായ കടമകളുണ്ട്. ഒരു വ്യക്തിയെ വളർത്തുകയും നിലനിർത്തുകയും ചെയ്യുന്നതോടൊപ്പം അവൻ്റെ പേഴ്സണാലിറ്റി പലപ്പോഴും ഫാമിലി മുരടിപ്പിക്കുന്നു. ഐഡൻറ്റിറ്റി സെർച്ചാണ് ഈ സ്റ്റോറിയിൽ ചർച്ച ചെയ്യുന്നത്. ഈ സ്റ്റോറിയുടെ അവസാനം ബെറ്റ് മനസ്സിലാക്കുന്നുണ്ട് അവൾ ആളൊഴിഞ്ഞ ബോംബിട്ട് നശിപ്പിച്ച ഒരു ട്രെയിൻ സ്റ്റേഷൻ പോലെയാണെന്ന്. ഇനി നമുക്ക് ആവറേജ് വേർബ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ് എന്ന ഈ സ്റ്റോറിയുടെ സമ്മറി നോക്കാം. സ്റ്റോറിയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നേരം വെളുക്കുമ്പോൾ തന്നെ ബെറ്റ് തൻ്റെ മകനായ ആർണോൾഡിനെ എഴുന്നേൽപ്പിച്ച് ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അവൻ അല്പം സീരിയൽ കൊടുക്കാൻ ശ്രമിക്കുന്നു. സീരിയൽ എന്ന് പറയുന്നത് ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു തരം ഭക്ഷണമാണ്. ബെറ്റ് ആ ഭക്ഷണം അവന് കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അവനത് കഴിക്കാൻ റെഡി ആയിരുന്നില്ല. അവൻ്റെ വായിലേക്ക് സ്പൂണിൽ കോരി ഒഴിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ പല്ലുകൾ കൂട്ടി കഴിക്കാൻ വിസമ്മതിച്ചു. അവൻ്റെ കണ്ണുകൾ തിളക്കമുള്ളതായിരുന്നു. മദറിൻ്റെ മുടി പോലെ നിറമുള്ള മുടിയായിരുന്നു അവൻ്റേത്. ഒരു സ്ട്രൈപ്പ്ഡ് ഷർട്ടും ജീൻസുമായിരുന്നു അവൻ ധരിച്ചിരുന്നത്. അവൻ്റെ മുഖം മുതിർന്നവരെ പോലെയായിരുന്നു. വല്ലപ്പോഴും മാത്രമേ അവൻ്റെ മുഖഭാവം മാറിയിരുന്നുള്ളൂ. ആർണോൾഡിനെ ചെയറിൽ ഇരുത്തി മദർ ബെഡ്ഷീറ്റ് വിരിക്കാൻ പോയി. എന്നിട്ട് ബാത്റൂം സിങ്കിൽ കുറച്ച് സ്പൂണുകൾ കഴുകി. താഴെ മകൻ കീറിയിട്ടിരുന്ന മാഗസിൻ്റെ പീസസ് പെറുക്കിയെടുത്തു. പഴയ വീഴാറായ ഒരു കെട്ടിടത്തിലെ വാടക മുറിയായിരുന്നു അവരുടെ വീട്. ഒരുപാട് സാധനങ്ങൾ അവിടെയും ഇവിടെയും കിടന്നിരുന്നു. ബെറ്റ് പുറത്തു പോകാനുള്ള ചെരുപ്പിടുകയും തൻ്റെ ഡ്രസ്സ് ശരിയായി വലിച്ചിടുകയും ചെയ്തു. ആ ഡ്രസ്സ് അവൾക്കല്പം വലുതായിരുന്നു. ആ ഡ്രസ്സിൻ്റെ മുകളിൽ അവൾ ഒരു കോട്ട് കൂടി ധരിച്ചു. എന്നിട്ട് ആർണോൾഡിൻ്റെ അടുത്ത് ചെന്ന് അവർ പുറത്തു പോകുകയാണെന്ന് അവനോട് പറഞ്ഞു. ബെറ്റ് ആർണോൾഡിൻ്റെ ജാക്കറ്റ് കൊണ്ടുവന്നു. ഒരു വീക്കിലെ അവളുടെ പകുതി സാലറി കൊടുത്താണ് ആ ജാക്കറ്റ് അവൾ വാങ്ങിയത്. പക്ഷേ ആർണോൾഡിന് അത് ഇഷ്ടമായില്ല. അവന് അവൻ്റെ പഴയ കോട്ട് തന്നെ മതി. പക്ഷേ അത് അവന് ചെറുതായി പോയിരുന്നു. അവൾ അവൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവൻ കരയാനും എതിർക്കാനും തുടങ്ങി. വളരെ ബുദ്ധിമുട്ടിയാണ് മദർ ആ ജാക്കറ്റ് അവനെ ധരിപ്പിച്ചത്. അവന് നല്ല ശക്തിയുണ്ടായിരുന്നു. അവൻ അവളുടെ കൈകളിൽ നിന്നും കുതറി അവൻ്റെ കട്ടിലിലേക്ക് ഓടി. അവൻ ജാക്കറ്റ് ധരിച്ചെങ്കിലും അതിൻ്റെ ബട്ടണൊന്നും ശരിയായി ഇട്ടിരുന്നില്ല. അവൾ മുറി ആകെയൊന്ന് നോക്കി. ഹോട്ട് പ്ലേറ്റ് ഓഫാണോ എന്ന് ഉറപ്പുവരുത്തി. പേഴ്സും ആർണോൾഡിൻ്റെ സൂട്ട് കേസും എടുത്ത് അവനോട് അവളുടെ കൂടെ ചെല്ലാൻ പറഞ്ഞു. അവൻ കാൽ വലിച്ചാണ് നടന്നത്. സൂട്ട് കേസ് അവൻ്റേതാണെന്ന് മദർ പറഞ്ഞു. എന്തോ കുഴപ്പമുണ്ടെന്ന് അവന് തോന്നി. മദർ വാതിൽ പൂട്ടി അവനോട് കൂടെ ചെല്ലാൻ പറയുന്നു. വളരെ സാവധാനത്തിലാണ് അവർ കോണിപ്പടികൾ ഇറങ്ങിയത്. താഴെ എൻട്രൻസ് ഹാളിൽ മിസസ് പക്കറ്റ് എന്ന ലേഡി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആർണോൾഡിന് കൊടുക്കാനായി പീനട്ട് ബട്ടർ കുക്കീസ് നിറച്ച ഒരു പ്ലാസ്റ്റിക് ബാഗ് അവരുടെ കയ്യിലുണ്ടായിരുന്നു.
അവൻ്റെ ഇഷ്ടവിഭവമായിരുന്നു അത്. മിസ്സിസ് പക്കറ്റിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവരാണ് ആർണോൾഡിനെ നോക്കിക്കൊണ്ടിരുന്നത്. അവൻ വലുതായി നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് അവർ അവനെ നോക്കുന്ന ജോലി നിർത്തിയത്. ആർണോൾഡ് അവരെ ഹഗ് ചെയ്യുകയോ വേറെ ഏതെങ്കിലും വിധത്തിൽ സ്നേഹം കാണിക്കുകയോ ചെയ്ത് കുക്കീസ് വാങ്ങിക്കുമെന്നാണ് മിസ്സിസ് പക്കറ്റ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവൻ കുക്കീസ് വാങ്ങാതെ പുറത്തേക്ക് പോയി. ബെറ്റ് അവരുടെ കയ്യിൽ നിന്നും കുക്കീസ് വാങ്ങി അവരോട് നന്ദി പറയുന്നു. മിസ്സിസ് പക്കറ്റ് ഈ സമയത്ത് കരയാൻ തുടങ്ങിയിരുന്നു. ബെറ്റും ആർണോൾഡും ഒരു ബസ്സിൽ കയറി. വിൻഡോ സൈഡിലാണ് ആർണോൾഡ് ഇരുന്നിരുന്നത്. അവൻ വിചാരിച്ചത് അമ്മയുടെ കൂടെ അവൻ മദറിൻ്റെ ജോലിസ്ഥലത്തിലേക്ക് പോവുകയാണെന്നാണ്. ജോലിസ്ഥലത്ത് എത്തിയപ്പോൾ അവൻ ബസ്സിൽ നിന്നും ഇറങ്ങാനായി എഴുന്നേറ്റു. പക്ഷേ ബെറ്റ് അവനോട് ഇരിക്കാൻ പറഞ്ഞ് അവൻ്റെ കൈ പിടിച്ചിരുത്തി. ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ബെറ്റ് ടിക്കറ്റ് എടുത്തു. കൂടാതെ ഒരു പാക്കറ്റ് ചുയിങ്കം കൂടി വാങ്ങി. ഈ സമയത്ത് ആർണോൾഡ് വാ പൊളിച്ച് മുകളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ജനങ്ങൾ അവനെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ബെറ്റ് അവനെ ഗേറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ആർണോൾഡ് ആദ്യമായാണ് ട്രെയിനിൽ കയറുന്നത്. അവൻ അല്പം പേടി തോന്നി. ട്രെയിൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ അവൻ ബഹളം വെച്ച് ബെറ്റിൻ്റെ കയ്യിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. അതൊരു ട്രെയിനാണെന്നും അവരൊരു ട്രിപ്പിന് പോവുകയാണെന്നും മദർ അവനോട് പറയുന്നു. ബെറ്റ് ഒരു ചുയിങ്കം അവന് കൊടുക്കുന്നു. അവനത് ഇഷ്ടമായി. പക്ഷേ അവൾ സൂക്ഷിച്ചില്ലെങ്കിൽ അവനത് വിഴുങ്ങിക്കളയും. അവൻ്റെ സ്കിൻ വളരെ നേർത്തതായിരുന്നു. പലപ്പോഴും മദർ ചിന്തിക്കാറുണ്ട് അവൻ്റെ ഞരമ്പുകളിൽ കൂടി ഒഴുകുന്ന രക്തം പോലും അവർക്ക് കാണാമെന്ന്. ട്രെയിനിൻ്റെ സ്പീഡ് കൂടിയപ്പോൾ അവൻ ശാന്തനായി. അവൻ്റെ കൺപോളകൾ പതിയെ അടയുന്നതായി അവൾക്ക് തോന്നി. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ പോലും അവൻ ശരിക്കും ഉറങ്ങുകയില്ലായിരുന്നു. അവന് മാനസിക വൈകല്യമുണ്ടെന്ന് ഡോക്ടർ പറയുന്നതിന് മുൻപ് തന്നെ മദർ അത് തിരിച്ചറിഞ്ഞിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണരുകയും പകലുറക്കം പോലെ അല്പസമയം മാത്രം ഉറങ്ങുകയും കൈകൾ അടക്കുകയും തുറക്കുകയും ചെയ്ത് ഒരു നിലവിളി അവനിൽ നിന്നും കേൾക്കാമായിരുന്നു. അത് കാണുമ്പോൾ തനിക്ക് അസ്വസ്ഥതയുണ്ടാകുന്നു എന്ന് അവളുടെ ഹസ്ബൻഡായ എവ്രി പറയുമായിരുന്നു. ആർണോൾഡിൻ്റെ വൈകല്യത്തെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞപ്പോൾ എവ്രി കുട്ടിയുടെ തൊട്ടിലിനു ചുറ്റും വട്ടം ചുറ്റി നടക്കുമായിരുന്നു. എവ്രിയുടെ കണ്ണിൽ നിരാശയും വിഷമവും പ്രതിഫലിച്ചിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എവ്രി അവരെ ഉപേക്ഷിച്ചു പോയി. അവൾ അതിലൊട്ടും അത്ഭുതപ്പെട്ടില്ല. കുട്ടിക്ക് വൈകല്യമുണ്ടായത് തൻ്റെ ജീനിൻ്റെ കുറ്റം കൊണ്ടാണോ അതോ എവ്രിയുടെ കുറ്റം കൊണ്ടാണോ എന്നൊന്നും അവൾക്കറിയില്ലായിരുന്നു. പലപ്പോഴും തൻ്റെ വിവാഹത്തെ അവൾ കുറ്റപ്പെടുത്തിയിരുന്നു. അവളുടെ പാരൻസിൻ്റെ ഇഷ്ടത്തിനെതിരായിട്ടാണ് അവൾ എവ്രിയെ വിവാഹം കഴിച്ചത്. അവൾക്ക് എങ്ങനെയെങ്കിലും പാരൻസിനെ വിട്ടുപോകണമായിരുന്നു. ഒരു ഫിഷിംഗ് ബോട്ടിൽ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകലായിരുന്നു അവളുടെ ഫാദറിൻ്റെ ജോലി. കടലാണ് അവരെ ഭരിച്ചിരുന്നത്. കാരണം ഓരോ ദിവസവും കാലാവസ്ഥാ പ്രവചനം കേട്ടതിന് ശേഷം മാത്രമേ അന്നത്തെ പ്രോഗ്രാം ഫാദറിന് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. കാറ്റ്, വേലിയേറ്റം, വേലിയിറക്കം, തിരകളുടെ ഉയരം, കപ്പലുകളുടെയും മറ്റും സാന്നിധ്യം തുടങ്ങിയവയെപ്പറ്റി അറിഞ്ഞിട്ട് വേണം അയാൾക്ക് കടലിൽ പോകാൻ. അവളുടെ ഫാദറിന് മീൻ പിടിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. ധാരാളം സമയം അയാൾ നീന്തുകയും ചെയ്യുമായിരുന്നു. ബെറ്റിനെ ബോഡി സർഫ് പഠിപ്പിക്കാൻ ഫാദർ ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷേ അവൾക്ക് വലിയ പേടിയായിരുന്നു. എവ്രിയെ വിവാഹം കഴിച്ചതു മുതൽ അവൾക്ക് ദുഃഖമായിരുന്നു. അവൾക്ക് തൻ്റെ വീട് വിട്ടു പോരേണ്ടി വന്നു. അവളുടെ പാരൻസ് ഒരു വർഷത്തിനിടയിൽ മരിച്ചുപോയി. അവളുടെ മാരേജ് ലൈഫ് നല്ല രീതിയിലല്ലായിരുന്നു. പക്ഷേ ഹസ്ബൻഡിനെ ഉപേക്ഷിച്ചു പോകുന്നതിനെക്കുറിച്ച് അവൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു. എവ്രിയാണ് അവളെ വിട്ടുപോയത്. വാടക വീട്ടിലായിരുന്നെങ്കിലും അവൾ അവിടെ തന്നെ താമസിച്ചു. അവൻ തിരിച്ചു വരുമെന്ന് അവൾക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. കാര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ അവൾക്ക് കുറച്ച് സമയം വേണമായിരുന്നു. ഈ സമയത്ത് ആർണോൾഡ് ചുറ്റും നോക്കി. അവൻ്റെ ചുയിങ്കം അവൻ്റെ ജാക്കറ്റിൽ വീണു. ബെറ്റ് അതെടുത്ത് ആഷ്ട്രയിലിട്ടു. പുറത്ത് മേയുന്ന പശുക്കളെ നോക്കാൻ അവനോട് ആവശ്യപ്പെടുന്നു. പക്ഷേ അവൻ സീറ്റിൽ കിടന്ന് ചാടാൻ തുടങ്ങി. അവനൊരു കുക്കി വേണമോ എന്ന് അവൾ ചോദിക്കുന്നു. അവനെ കാണിക്കാൻ ഒരു പിക്ചർ ബുക്ക് കയ്യിലെടുക്കണമെന്ന് മദർ ചിന്തിച്ചിരുന്നു. പക്ഷേ മറന്നുപോയി. ട്രെയിനിൽ എവിടെയെങ്കിലും ഒരു മാഗസിൻ കിട്ടുമോ എന്നവൾ അന്വേഷിക്കുന്നു. ആർണോൾഡിന് ബോറടിച്ചാൽ അവൻ ബഹളം വെക്കാൻ തുടങ്ങും. അപ്പോൾ അവനെ നിയന്ത്രിക്കാൻ പ്രയാസമായിരിക്കും. മരുന്ന് കൊടുത്തും അവനെ ശാന്തനാക്കാം. പക്ഷേ ബഹളം വെക്കുമ്പോൾ ടാബ്ലറ്റ് കൊടുത്താൽ അത് തൊണ്ടയിൽ കുരുങ്ങി പ്രശ്നങ്ങളുണ്ടാകും. പല കാര്യങ്ങളിലേക്കും അവൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ മദർ ശ്രമിക്കുന്നു. ഈ സമയത്താണ് ടിക്കറ്റ് എക്സാമിനർ ഒരു പാട്ട് പാടിക്കൊണ്ട് ട്രെയിനിലേക്ക് കയറി വന്നത്. അയാൾ ടിക്കറ്റുകൾ പരിശോധിക്കാൻ തുടങ്ങി. ബെറ്റിൻ്റെയും ആർണോൾഡിൻ്റെയും മുന്നിൽ ടിക്കറ്റ് എക്സാമിനർ വന്ന് നിന്നു. ആർണോൾഡ് ഈ സമയത്ത് ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന റെഡ് കോട്ട് ധരിച്ച ഒരു സ്ത്രീയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. അവർക്ക് ടിക്കറ്റ് ഇല്ലായിരുന്നു. ടിക്കറ്റ് എക്സാമിനറുടെ കണ്ണിൽ പെടാതിരിക്കാൻ ആ സ്ത്രീ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ടിക്കറ്റ് എക്സാമിനർ ആ സ്ത്രീയെ കണ്ടുപിടിച്ചു. ടിക്കറ്റിൻ്റെ പണം നൽകാൻ പറഞ്ഞപ്പോൾ ആ സ്ത്രീ ബഹളം വെക്കുന്നു.
പക്ഷേ അവസാനം ആ സ്ത്രീക്ക് പണം നൽകേണ്ടി വന്നു. ഇതൊക്കെ കണ്ട് ആർണോൾഡ് ചിരിക്കുന്നു. അവിടെ നടന്ന സംഭവത്തിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് ആർണോൾഡ് ശാന്തനായി. ബെറ്റിന് സന്തോഷമായി. പാർക്കിൻസ്വിൽ റെയിൽറോഡ് സ്റ്റേഷനിൽ ബെറ്റും ആർണോൾഡും ഇറങ്ങി. പാർക്കിൻ സ്റ്റേറ്റ് ഹോസ്പിറ്റലിലേക്ക് അവർ ഒരു ടാക്സി വിളിക്കുന്നു. പല പ്രാവശ്യം താൻ അവിടെ പോയിട്ടുണ്ടെന്ന് ടാക്സി ഡ്രൈവർ അവരോട് പറഞ്ഞു. അവരെ ഹോസ്പിറ്റലിൽ വിട്ടിട്ട് അയാൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യണമെന്നും ആ ടാക്സിയിൽ തന്നെ തനിക്ക് തിരിച്ചു പോരണമെന്നും ബെറ്റ് ടാക്സി ഡ്രൈവറോട് പറയുന്നു. ഈ സമയത്ത് ആർണോൾഡ് ഒരു പീനട്ട് ബട്ടർ കുക്കി ബെറ്റിനോട് ആവശ്യപ്പെടുന്നു. അവനിപ്പോൾ അത് കൊടുത്താൽ അവൻ മുഖവും ഡ്രസ്സുമൊക്കെ ചീത്തയാക്കും. അങ്ങനെ മോശമായ രീതിയിൽ ഹോസ്പിറ്റലിൽ ചെന്നാൽ അവനെപ്പറ്റി ഹോസ്പിറ്റലിലുള്ളവർക്ക് മോശം അഭിപ്രായമാകും ഉണ്ടാവുക. പക്ഷേ കുക്കീസ് കൊടുത്തില്ലെങ്കിൽ അവൻ ബഹളം വെക്കുകയും ചെയ്യും. അതുകൊണ്ട് ബെറ്റ് അവനൊരു ചെറിയ കഷ്ണം പൊട്ടിച്ചു കൊടുക്കുന്നു. അവനത് വാങ്ങി കഴിക്കുന്നു. അവർ ഹോസ്പിറ്റലിലെത്തി. ഡ്രൈവറോട് താൻ ഉടൻ തിരിച്ചു വരുമെന്ന് ബെറ്റ് പറയുന്നു. എന്നിട്ട് സൂട്ട് കേസും എടുത്തുകൊണ്ട് ആർണോൾഡിനെയും കൂട്ടി അവർ അഡ്മിറ്റിംഗ് ഓഫീസിൽ ചെന്നു. എന്തെല്ലാം പേപ്പറിലാണ് സൈൻ ചെയ്യേണ്ടതെന്ന് ഒരു സ്ത്രീ അവൾക്ക് കാണിച്ചു കൊടുത്തു. അവിടുത്തെ ക്ലർക്കുമാർ ടൈപ്പ് റൈറ്റിങ്ങിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആർണോൾഡിന് ആ കാഴ്ച ഇഷ്ടപ്പെടുമെന്ന് ബെറ്റ് വിചാരിക്കുന്നു. പക്ഷേ അവൻ അവിടുത്തെ ലൈറ്റുകളെ നോക്കുകയായിരുന്നു. ഈ സമയത്ത് ഒരു നേഴ്സ് വന്ന് അവരെ ആർണോൾഡിന് താമസിക്കാനുള്ള റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ നേഴ്സ് ഒരു ഡബിൾ ഡോർ തുറന്നു. കോറിഡോറിൽ കൂടി അവർ നടന്നു. തടിച്ച പല സ്ത്രീകളെയും കടന്നാണ് അവർ പോയത്. നേഴ്സ് അവരെ വലിയ ഒരു ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിൽ ചെറിയ വെള്ളക്കട്ടിലുകൾ നിരത്തിയിട്ടിരുന്നു. ഒരു കുട്ടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു കട്ടിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേഴ്സ് പറഞ്ഞു, അതാണ് ആർണോൾഡിൻ്റെ ബെഡ് എന്ന്. ബെറ്റ് സൂട്ട് കേസ് അവിടെ വെച്ചു. ഈ സമയത്ത് തൻ്റെ പുതിയ ചെരുപ്പ് കാർപ്പറ്റിൽ ഉരസിയുണ്ടാക്കുന്ന ശബ്ദം കേൾക്കാൻ ആർണോൾഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ടിരുന്നു. 6 മാസം കഴിഞ്ഞ് കുടുംബ സന്ദർശകരെ അനുവദിക്കൂ എന്ന് നേഴ്സ് ബെറ്റിനോട് പറയുന്നു. ആർണോൾഡിനോട് യാത്ര പറഞ്ഞു പോകാൻ നേഴ്സ് ബെറ്റിനോട് ആവശ്യപ്പെടുന്നു. ബെറ്റ് തൻ്റെ മകൻ്റെ തോളിൽ കൈവച്ചു. അവൻ്റെ മുടിയിൽ മുഖമമർത്തി. പക്ഷേ അവനിപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ തിരിഞ്ഞു കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് വേണ്ടി ഒരു സ്പെഷ്യൽ ബ്ലാങ്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ബെറ്റ് നേഴ്സിനോട് പറയുന്നു. അവൻ ചെറുപ്പം മുതലേ ഉറങ്ങുന്ന ബ്ലാങ്കറ്റ് ആണതെന്നും ബെറ്റ് പറയുന്നു. ആർണോൾഡിന് അത് നൽകാമെന്ന് നേഴ്സ് സമ്മതിച്ചു. ആ ബ്ലാങ്കറ്റ് കഴുകരുതെന്നും അത് കഴുകുന്നത് ആർണോൾഡിന് ഇഷ്ടമല്ലെന്നും ബെറ്റ് നേഴ്സിനെ അറിയിക്കുന്നു. അമ്മയോട് യാത്ര പറയാൻ നേഴ്സ് ആർണോൾഡിനോട് ആവശ്യപ്പെടുന്നു. ബെറ്റ് നേഴ്സിൻ്റെ കൂടെ കോറിഡോറിലേക്ക് ഇറങ്ങി. നേഴ്സ് ഡോറ് ക്ലോസ് ചെയ്തപ്പോൾ ആർണോൾഡ് റൂമിൽ നിന്നും ഉറക്കെ കരയാൻ തുടങ്ങി. നേഴ്സ് ബെറ്റിനെ സമാധാനിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നു. സ്റ്റേഷനിലെത്താൻ 15 മിനിറ്റേ ഉള്ളൂ എന്നും അതിനാൽ വേഗത്തിൽ പോകണമെന്നും ബെറ്റ് ടാക്സി ഡ്രൈവറോട് ആവശ്യപ്പെടുന്നു. ബെറ്റ് ഈ സമയത്ത് തേങ്ങി കരയുന്നുണ്ടായിരുന്നു. സ്റ്റേഷനിലെത്തിയപ്പോൾ ടിക്കറ്റ് വാങ്ങാനായി അവൾ കൗണ്ടറിൽ ചെല്ലുന്നു. ട്രെയിൻ 20 മിനിറ്റ് ലേറ്റാണെന്ന് കൗണ്ടറിൽ നിന്നും അവളെ അറിയിക്കുന്നു. അവൾ കരഞ്ഞ് കണ്ണ് ചീർത്തിരുന്നു. കവിളുകൾ നനഞ്ഞിരുന്നു. അവിടെ ട്രെയിൻ വരാനായി വെയിറ്റ് ചെയ്യാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല. അല്പം ദൂരെ മാറി അവൾ ഒരു ബെഞ്ചിലിരുന്നു. അവിടെ ധാരാളം ലാഡറുകളും സ്കാഫോൾഡിങ്സും ഉണ്ടായിരുന്നു. 10-12 യാത്രക്കാരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്റ്റേഷനിൽ ആരോ ബോംബിട്ട പ്രതീതിയായിരുന്നു. ഈ 20 മിനിറ്റ് താൻ എന്ത് ചെയ്യണമെന്ന് ബെറ്റ് അവളോട് തന്നെ ചോദിക്കുന്നു. ഈ സമയത്ത് ഗ്രേ കളർ സൂട്ട് ധരിച്ച ചിലർ ബ്രീഫ് കേസുമായി അങ്ങോട്ട് വരുന്നത് ബെറ്റ് കാണുന്നു. അവർക്ക് പിറകിൽ വർക്കിംഗ് ക്ലോത്ത്സ് ധരിച്ച കുറച്ച് പേർ ഫോൾഡിംഗ് ചെയേഴ്സും കറുത്ത പെട്ടികളും മൈക്രോഫോണുകളും ഒരു റീഡിംഗ് സ്റ്റാൻഡും കുറേ അലങ്കാര തുണികളുമായി വരുന്നുണ്ടായിരുന്നു. ബെറ്റ് ഇരിക്കുന്നതിൻ്റെ ഏതാണ്ട് 6 അടി ദൂരത്ത് അവർ ആ റീഡിംഗ് സ്റ്റാൻഡ് സ്ഥാപിച്ചു. ആ സ്ഥലത്ത് അവർ കൊണ്ടുവന്ന തുണി വിരിച്ച് അലങ്കരിച്ചു. എന്നിട്ട് വയറുകളെല്ലാം കണക്ട് ചെയ്തു. മൈക്രോഫോൺ ഒരാളുടെ കയ്യിൽ കൊടുത്തു. അയാൾ പറഞ്ഞു, റെയിൽവേ സ്റ്റേഷൻ വിപുലീകരിക്കപ്പെടുകയാണ്. അയാൾ 20 മിനിറ്റ് സമയം അവർക്ക് നൽകാൻ അഭ്യർത്ഥിക്കുന്നു. അവർ അവിടെ ഒരു ചെറിയ ഡ്രാമ നടത്താൻ പോവുകയാണ്. ഇത്രയുമാണ് ആവറേജ് വേർബ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ് എന്ന ചാപ്റ്ററിലുള്ളത്. ബെറ്റ് തൻ്റെ മാനസിക വൈകല്യമുള്ള മകനായ ആർണോൾഡിനെ പാർക്കിൻ സ്റ്റേറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നാക്കുന്നതും അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുമാണ് ഈ സ്റ്റോറിയിൽ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആൻ ടൈലറിൻ്റെ ആവറേജ് വേർബ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ് എന്ന സ്റ്റോറിയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.